ഹലോ, ദിസ് ഇസ് ഡസ്കി മോം. ഇതുപോലത്തെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ചേർത്തൊരു കുറുമ ഉണ്ടാക്കിയെടുത്താലോ? അതിനായിട്ട് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച ഗ്രീൻ പീസ് 2 വിസിലടുപ്പിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അതേപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് 1 വിസിലടുപ്പിച്ച് ഇതുപോലെ വേവിച്ച് മാറ്റി വയ്ക്കാം. വേവിക്കൽ പരിപാടി കഴിഞ്ഞാൽ നേരെ അരപ്പിലേക്കാണ്. അരപ്പുണ്ടാക്കാനായിട്ട് തേങ്ങ 5 സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം കൂടി ഇടാം. അതിൻ്റെ ഒപ്പം ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ അരച്ച് നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ അരപ്പ് റെഡിയാക്കിയ ശേഷം നമുക്ക് കട്ടിങ് പരിപാടി തുടങ്ങാം. കട്ടിങ് ചെയ്ത് വെക്കേണ്ട സാധനം 2 ഉള്ളി, 1 തക്കാളി, 2 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ പിന്നീട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് കറി ലീവ്സും കൂടെ കട്ടിങ് ബോർഡിൻ്റെ അവിടെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് സാധനങ്ങൾ തപ്പേണ്ട ആവശ്യമില്ലല്ലോ. സോ എല്ലാം കട്ടിങ് ബോർഡിൽ തന്നെ കാണും. പിന്നെ നേരെ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഒരു പട്ട, 2 ഏലക്ക, 3 കറാമ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച 1 കപ്പ് ഉള്ളി അതിലേക്കിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് വതക്കിയെടുക്കാം കേട്ടോ. ഉള്ളി നല്ല രീതിയിൽ വതങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒരു ബ്രൗണിഷ് കളറാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു ടൈം ആകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ലേ അതൊരു കുഞ്ഞ് സ്പൂൺ ആഡ് ചെയ്യണം. നമുക്ക് പേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ചതച്ചിട്ടാലും മതി കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി അതുകൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അത് നന്നായിട്ട് വതങ്ങി വരുന്ന സമയത്ത് ഇനി നമുക്ക് പൊടികൾ ചേർക്കേണ്ട ടൈമാണ്. അതിനായിട്ട് 2 സ്പൂൺ മല്ലിപ്പൊടി ഇടാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഒരു 1/4 സ്പൂൺ ഗരം മസാലയും കൂടി ഇടാം. ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ കുരുമുളക് പൊടി അതൊരു 1/2 ടീസ്പൂൺ കൂടെ ഇടാം കേട്ടോ. അതുകൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. മുളക് പൊടി ഇടുന്നില്ല, ബിക്കോസ് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത് നന്നായി വതങ്ങി വന്ന ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച 2 തക്കാളി ഇല്ലേ അതുകൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ വതക്കിയെടുക്കാം കേട്ടോ. അത് നന്നായി വതങ്ങി ഒരു ജ്യൂസൊക്കെ ഇങ്ങനെ ആയി വരുന്ന ആ ഒരു ടൈം ആകുന്ന സമയത്ത് നേരത്തെ വേവിച്ച് വെച്ച 1 കപ്പ് പട്ടാണി, അതായത് ഗ്രീൻ പീസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ 1 കപ്പ് ഉരുളക്കിഴങ്ങ് നേരത്തെ വേവിച്ചത് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ആ മസാലാസൊക്കെ അതിൽ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായി മിക്സ് ആകുന്ന സമയത്ത് 1 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം കേട്ടോ. ആ വെള്ളം കൂടെ ഒഴിച്ച ശേഷം നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. വേവാനൊന്നുമില്ല, എന്നാലും നന്നായി ഒന്ന് തിളയ്ക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാമെന്നാണ്. പക്ഷേ നമ്മൾ തേങ്ങാരപ്പ് ഒഴിക്കും. തേങ്ങാരപ്പ് ഉണ്ടാക്കി വെച്ചത് പാലക്കാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പാലക്കാട്ടുകാർക്ക് തേങ്ങ ഒഴിക്കാത്ത ഒരു കറിയും പറ്റത്തില്ലാന്നേ. അതുകൊണ്ട് തന്നെ തേങ്ങ ഒഴിച്ച് കഴിച്ചാലേ ആ ഒരു കറി ആവത്തുള്ളൂ. സോ അതൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഒരു തിള വരുന്ന സമയത്ത് കുറച്ച് മല്ലിയില എടുത്ത് തൂവാം കേട്ടോ. അതുകൂടി ഇട്ടാൽ നമ്മുടെ കറി റെഡി. പക്ഷേ എന്നാലും ഒന്ന് താളിക്കാം. അതിനായിട്ടൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിന് കൂടെ 1 സ്പൂൺ കടുക്, അതേപോലെ തന്നെ കുറച്ച് കറി ലീവ്സ്, ചുവന്ന മുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ബ്രൗണിഷ് കളർ ആക്കിയ ശേഷം അത് നേരെ നമ്മുടെ നേരത്തെ വെച്ച കറിയിലേക്ക് ഇടാം കേട്ടോ. അതുകൂടി ഇടുമ്പോൾ നല്ല സൂപ്പറായിട്ടുള്ളൊരു മണം വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പട്ടാണി ഉരുളക്കിഴങ്ങ് കറി അഥവാ ഗ്രീൻ പീസ് പൊട്ടറ്റോ കറി റെഡിയായി. ഈ കറി എല്ലാവർക്കും ഇഷ്ടമാവും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായ റെസ്പോൺസ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഡസ്കി മാം വരാം. അതുവരയ്ക്കും ബൈ.